Hello everyone, welcome to XandY Learning. Mission Olympiadന്റെ ഭാഗമായിട്ടുള്ള കെമിസ്ട്രിയുടെ ക്ലാസ്സിലാണ് നമ്മൾ ഉള്ളത്. അപ്പോൾ ഇത്തരത്തിലുള്ള ഒളിമ്പ്യാഡ് എക്സാമുകൾക്ക് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് ചോദ്യങ്ങൾ പ്രീവിയസ് ഇയറിലും അതേപോലെ തന്നെ നല്ല സ്റ്റാൻഡേർഡ് ഉള്ള ക്വസ്റ്റ്യനുകൾ നമ്മൾ ചെയ്തു പഠിച്ചവർക്ക് മാത്രമാണ് ഒളിമ്പ്യാഡ് ക്രാക്ക് ചെയ്യാൻ പറ്റുള്ളൂ. സാധാരണ സ്കൂളിലെ പോലെയുള്ള ചെറിയ ചോദ്യങ്ങളായിരിക്കില്ല ഉണ്ടാവുക. നല്ല സ്റ്റാൻഡേർഡ് ഉള്ള ഒരുപാട് ഐഡിയാസ് കൃത്യമായിട്ട് മനസ്സിലുള്ളവർക്ക് പഠിച്ചവർക്കേ ഒളിമ്പ്യാഡ്സിലെ ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള കെമിസ്ട്രിയിലെ 10ാം ക്ലാസ്സിലെ ക്വസ്റ്റ്യൻസ് ആണ് ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത്. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഉപകാരപ്പെട്ടാൽ നിങ്ങളുടെ കൂട്ടുകാർക്ക് എന്ത് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്കൊരു ചോദ്യം നോക്കാം. നോക്കൂ, നമ്മുടെ ഈ പറഞ്ഞ അറ്റോമിക് സ്ട്രക്ചറുമായി ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. എലമെന്റ് P and Q are schematically represented as which of the following statement is or are correct? അപ്പോൾ ഇതിലെ 4 സ്റ്റേറ്റ്മെന്റ് കൊടുത്തിട്ടുണ്ട്. ഇതിലെ ഏതൊക്കെ സ്റ്റേറ്റ്മെന്റ് ആണ് കറക്റ്റ് ആയിട്ടുള്ളത് എന്നാണ്. അപ്പോൾ P എന്ന് പറയുന്ന എലമെന്റിന്റെ അറ്റോമിക് സ്ട്രക്ചർ കൊടുത്തിട്ടുണ്ട്. അതിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും അല്ലേ? എത്ര വരും മക്കളെ? ഫസ്റ്റ് ഷെല്ലിൽ 2, 2, സെക്കൻഡ് ഷെല്ലിൽ 8, തേർഡ് ഷെല്ലിൽ there are 3 ഇലക്ട്രോൺ, 2, 8, 3 ആണ്. എങ്കിൽ Q എന്ന് പറയുന്ന എലമെന്റ് കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് ഷെല്ലിൽ 2, സെക്കൻഡ് ഷെല്ലിൽ 6 ഈ രൂപത്തിലാണ് ഉള്ളത്. എങ്കിൽ നമുക്ക് ചോദ്യങ്ങൾ നോക്കാം. P and Q will form the compound P2Q3 അല്ലേ? അപ്പോൾ നമുക്കറിയാം, 2 ആറ്റങ്ങൾ തമ്മിൽ കമ്പൈൻ ചെയ്ത് അല്ലെങ്കിൽ കോമ്പൗണ്ട് ഉണ്ടാകുന്ന സമയത്ത്, മോളിക്യൂൾസ് ഉണ്ടാകുന്ന സമയത്ത് അതിൻ്റെ കെമിക്കൽ ഫോർമുല എങ്ങനെയാണ് എഴുതുക? രണ്ടുപേരുടെയും വാലൻസിയെ കുറിച്ച് നമുക്ക് കൃത്യമായി അറിയണം. 283 എന്ന് പറയുന്ന P എന്ന് പറയുന്ന ആളുടെ വാലൻസി എത്രയായിരിക്കും? ഈ പറഞ്ഞ 3 ആയിരിക്കും വാലൻസി അല്ലെ? വാലൻസി എന്ന് പറഞ്ഞാൽ എന്താ? അത് എത്ര ഇലക്ട്രോണുകളെ ഡൊണേറ്റ് ചെയ്യും, ഓർ അക്സെപ്റ്റ് ചെയ്യും, ഓർ ഷെയർ ചെയ്യും. ആ നമ്പർ ഓഫ് ഇലക്ട്രോൺസിനെ നമ്മൾ വിളിച്ച പേരായിരുന്നു വാലൻസി ഇല്ലേ? ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 8 ഇലക്ട്രോൺ കിട്ടാൻ വേണ്ടി എന്ത് ചെയ്യും? ഈ പറഞ്ഞ P എന്നുള്ള എലമെന്റ് 3 ഇലക്ട്രോണിനെ ഡൊണേറ്റ് ചെയ്യും. സോ +3 അല്ലെങ്കിൽ 3 ആണെന്ത്? അയാളുടെ വാലൻസി. Q നോക്കൂ നിങ്ങൾ അല്ലെ? അതിന് ഒക്ടറ്റ് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി 2 ഇലക്ട്രോൺസിനെ അത് അക്സെപ്റ്റ് ആണ് ചെയ്യുക. സ്വാഭാവികമായിട്ടും ഈ പറഞ്ഞ Qവിന്റെ വാലൻസി എത്രയായിരിക്കും? -2 ആയിരിക്കും. ഓക്കെ, ഇനി ഇത് ടഫ് ഉള്ളവരെ ജസ്റ്റ് ഈ എലമെന്റ് ഏതാണ് നമ്മുടെ റിയൽ പീരിയോഡിക് ടേബിളിൽ ഉള്ളതെന്ന് ആലോചിച്ചാൽ മതി. 283 അറ്റോമിക് നമ്പർ എത്ര വരും മക്കളെ? 13, 13 ആണ് വരിക. 13 എലമെന്റ് ആരാടാ? അലുമിനിയം ആണ്. 2,6 അറ്റോമിക് നമ്പർ എത്ര വരൂടാ? 8 വരും. 8 ഉള്ളത് ആരാണ്? നമ്മുടെ ഓക്സിജൻ ആണ് അല്ലെ? എങ്ങനെ പീരിയോഡിക് ടേബിള് ഈസി ആയിട്ട് ആദ്യത്തെ ഒരു 30-40 എലമെന്റ് എങ്ങനെ പഠിക്കുക എന്നുള്ളത് നമ്മൾ തന്നെ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതേ ചാനലിൽ മുമ്പ് ഈ പീരിയോഡിക് ടേബിൾ പെട്ടെന്ന് അതിന്റെ അറ്റോമിക് നമ്പർ അടക്കം പഠിക്കാനുള്ള ഒരുപാട് ഈസി ട്രിക്കുകൾ ഉണ്ടായിരുന്നു. ആരെങ്കിലും കണ്ടിട്ടില്ലെങ്കിൽ അതൊന്ന് കണ്ടു നോക്കുക, ഒന്ന് സെർച്ച് ചെയ്താൽ കിട്ടും. ഓക്കെ, ശരി. എങ്കിൽ ഇവർ രണ്ടുപേരും തമ്മിൽ എന്ത് ചെയ്തു? അതിന്റെ വാലൻസി എഴുതി. നെക്സ്റ്റ് സ്റ്റെപ്പ് നമുക്ക് എല്ലാവർക്കും അറിയാം. ഈ വാലൻസി പരസ്പരം ഇന്റർചേഞ്ച് ചെയ്യുക അല്ലെ? എന്നിട്ട് താഴെ സബ്സ്ക്രിപ്റ്റ് ആയിട്ട് എഴുതുക. Pയുടെ താഴെ 2 വരും, Qവിന്റെ താഴെ 3 വരും. P2Q3 ഇതിനെ ഒരിക്കലും നമുക്ക് ഇനി ഡിവൈഡ് ചെയ്യാൻ പറ്റൂല. സോ P2Q3 എന്നുള്ളതായിരിക്കും അതിന്റെ കെമിക്കൽ ഫോർമുല. സോ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ഈസ് കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് നോക്കൂ മക്കളെ. P will form phosphide with ഫോർമുല PF3. ഓക്കെ, അപ്പൊ സോറി PP3. ഓക്കെ, അപ്പൊ P എന്ന് പറയുന്ന ആൾ, ഇതാണ് P അല്ലെ? ഈ പറഞ്ഞ P എന്ന് പറയുന്ന ആള് ഫോസ്ഫൈഡ് ആയിട്ടാണ് കൂടിയത്. ആരെ മക്കളെ? ഫോസ്ഫൈഡ്. ഫോസ്ഫൈഡ് എന്ന് പറഞ്ഞാൽ ഫോസ്ഫറസ് ആണ് അല്ലെ? ഓക്സിജന്റെ നേരെ താഴെയാണ് ആര് വരുന്നത്? സോറി, ഓക്സിജന്റെ അല്ല, നൈട്രജന്റെ നേരെ താഴെയാണ് ഫോസ്ഫറസ് വരിക. നൈട്രജന്റെ നമുക്ക് എല്ലാവർക്കും അറിയാം 3 ആണ് വാലൻസി അല്ലെ? അറ്റോമിക് നമ്പർ 7 ആണ്. 2,5 ആണ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ വരിക. 5 ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ ഉണ്ടെങ്കിൽ 3 ഇലക്ട്രോൺസിനെ അക്സെപ്റ്റ് ചെയ്യും. അപ്പൊ 3- ആണ് പൊതുവെ വരിക. അതേപോലെ തന്നെയാണ് നൈട്രജന്റെ അതേ ഗ്രൂപ്പിൽ താഴെ വരുന്ന ആളാണ് ആര്? ഫോസ്ഫറസ്. ഫോസ്ഫറസും എപ്പോഴും എങ്ങനെ വരിക? 3- ആണ് വരിക. കാരണം ഒരേ ഗ്രൂപ്പിൽ ഉൾപ്പെടുന്നവർക്ക് ഒരേ വാലൻസി ആയിരിക്കും ഉണ്ടാവുക അല്ലെ? ശരി, എങ്കിൽ ഈ പറഞ്ഞ P 3- ആണ്. ഇനി നമ്മളിവിടെ കൊടുത്തിരിക്കുന്ന ഓൾറെഡി ഉള്ള P ആരാണ് അല്ലെ? ഈ പറഞ്ഞ അലുമിനിയത്തിന്റെ അതേ സ്ഥാനത്തുള്ള ആളാണ്. അത് ആരാണ്? നമ്മൾക്കറിയാം P എന്നുള്ളത് 3+ ആണെന്ന് ഓൾറെഡി നമ്മൾ പറഞ്ഞു. ഓക്കെ, എങ്കിൽ ഇവർ പരസ്പരം ഇന്റർചേഞ്ച് ചെയ്താൽ എന്താ സംഭവിക്കുക അല്ലെ? P3 P3 അല്ലെ? രണ്ടും 3 ആണ്, ക്യാൻസൽ ചെയ്തു പോകും. PP എന്നാണ് ശരിക്കും വരേണ്ടത്
ഓക്കെ, പക്ഷെ അത് വരുമോ? ഇല്ല. PP3 എന്നാണ് കൊടുത്തത്. സോ ഇറ്റ് ഈസ് ആൻ ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ്. ഇതിൽ ആദ്യത്തെ P നമ്മൾ ഇതിൽ കൊടുത്തിരിക്കുന്ന P ആണ് അല്ലെ, അത് ജസ്റ്റ് ഇറ്റാലിക് ആയിട്ട് എഴുതിയിട്ടുണ്ട്. രണ്ടാമത്തെ P ആരാണ്? ഫോസ്ഫൈഡിന്റെ. അപ്പൊ ഫോസ്ഫൈഡ് അയോണിന് 3- ആണെന്ന് എന്ത് ചെയ്യണം? നമ്മൾക്ക് ഓൾറെഡി അറിയണം. നൈട്രജന്റെ അതേ ഗ്രൂപ്പാണ് വരുന്നത്, അപ്പൊ അയാൾക്ക് 3- ആണെന്ന് അറിയണം. ഓക്കെ, സോ ഇറ്റ് ഈസ് എ റോങ് സ്റ്റേറ്റ്മെന്റ്. തേർഡ് സ്റ്റേറ്റ്മെന്റ് നോക്കൂ മക്കളെ. Q exists as a divalent cation. Q എന്ന് പറയുന്ന ആൾ ഇയാളാണ് അല്ലെ. Q നമുക്കറിയാം 2- ആണ്. അയാൾ അല്ലെ, നമുക്ക് ആലോചിച്ചാൽ മതി, ഓക്സിജനെ കുറിച്ച് ആലോചിച്ചാൽ മതി. ഓക്സിജൻ ഡൈവാലന്റ് ആണ്, പക്ഷെ കാറ്റയോൺ ആണ് ഉണ്ടാക്കുന്നത്. കാറ്റയോൺ ആയിരിക്കോ? ഒരിക്കലും ഇല്ല. കാറ്റയോൺ എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് ചാർജ് വേണം. പക്ഷെ ഇതോ അല്ലെ, നമുക്കറിയാം എപ്പോഴും എന്താണ്? നെഗറ്റീവ് ചാർജ് ആയിട്ടാണ്, ആനിയോൺ ആയിട്ടാണ് ഉള്ളത്. സോ ഇറ്റ് ഈസ് ഓൾസോ എ റോങ് സ്റ്റേറ്റ്മെന്റ്. P can form P5- anion to attain the noble configuration. P5- anion ആണ് ഇയാൾ ഉണ്ടാക്കുക എന്നാണ്. ആണോ? അലുമിനിയം എപ്പോഴും എന്തേ ഉള്ളൂ? 3+ അല്ലെ, 3 ഇലക്ട്രോണിനെ ഡൊണേറ്റ് ആണ് എപ്പോഴും ചെയ്യുക. ഒരിക്കലും എന്തുണ്ടാക്കൂല? 5 ഇലക്ട്രോണിനെ അക്സെപ്റ്റ് ചെയ്തുകൊണ്ട് ഈ പറഞ്ഞ ആർഗണിന്റെ നോബിൾ ഗ്യാസിലേക്ക് ഒരിക്കലും എത്തൂല. അപ്പൊ ഇതെപ്പോഴും P5- അല്ല ഉണ്ടാക്കുന്നത്, 3 ഇലക്ട്രോൺസിനെ ഡൊണേറ്റ് ചെയ്യും. P3+ ആണ്. P3+ ആണ് എന്ത് ചെയ്യുക? ഈ പറഞ്ഞ അലുമിനിയത്തിന്റെ അതേ പിന്നെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഉള്ള നമ്മുടെ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്ന P ഉണ്ടാക്കുന്നത്. സോ ഇറ്റ് ഈസ് ഓൾസോ എന്താണ്? റോങ് സ്റ്റേറ്റ്മെന്റ് ആണ്. അപ്പൊ ആര് മാത്രമേ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ഉള്ളടാ? ഫസ്റ്റ് 1 മാത്രം അല്ലെ. അപ്പൊ ഓപ്ഷൻ ഡി ആയിരിക്കും കറക്റ്റ് ആൻസർ. ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് മാത്രമാണ് ഇതിൽ കറക്റ്റ് ആയിട്ട് ഉള്ളതെന്ന് നമുക്ക് എന്ത് ചെയ്തു? ഈ ഒരു ചിത്രത്തിൽ നിന്നും മനസ്സിലാക്കാൻ സാധിച്ചു. അപ്പൊ കണ്ടോ, കോൺസെപ്റ്റുകൾ ക്ലിയർ ആവണം, എങ്കിൽ മാത്രമാണ് ആൻസർ കിട്ടുക. എങ്കിൽ ഇതാ ഇതേപോലെ എലമെന്റുമായി ബന്ധപ്പെട്ട മറ്റൊരു ചോദ്യം നിങ്ങൾക്ക് ചെയ്യാൻ വേണ്ടി ഞാൻ തരികയാണ്. നോക്കൂ, നിങ്ങൾ പീരിയോഡിക് ടേബിളിലെ ഒന്നാമത്തെയും രണ്ടാമത്തെയും ഗ്രൂപ്പ് ഇവിടെ കൊടുക്കുന്നത്. ദിസ് ഫസ്റ്റ് ഗ്രൂപ്പ്, ദിസ് സെക്കൻഡ് ഗ്രൂപ്പ്, പിന്നെ കുറെ ഗ്യാപ്പ് ഉണ്ട്. എന്നിട്ട് അവസാനത്തതാ 18 ഗ്രൂപ്പ് ഉണ്ട്, 17 ഗ്രൂപ്പ്, 16, 15, 14 ഗ്രൂപ്പ് ഉണ്ട്. എങ്കിൽ പീരിയോഡിക് ടേബിളിന്റെ ഒരു പാർട്ടാണ് ഇവിടെ തന്നിരിക്കുന്നത്. ഇൻ ദ ഗിവൺ സെക്ഷൻ ഓഫ് ദ പീരിയോഡിക് ടേബിൾ ദ മോസ്റ്റ് മെറ്റാലിക് എലമെന്റ്, ഇതിൽ ഏറ്റവും കൂടുതൽ മെറ്റാലിക് ആയ എലമെന്റ് ആര്? ഒന്നാമത്തത്. ദ മോസ്റ്റ് നോൺ മെറ്റാലിക് എലമെന്റ് ആര്? രണ്ടാമത്തത്. ദ സ്മോളസ്റ്റ് ആറ്റം ഇതിലാര്? തേർഡ് വൺ. ദ ആറ്റം വിച്ച് ഹാസ് കംപ്ലീറ്റ്ലി ഒക്ടറ്റ് ഇൻ M ഷെൽ, ഫോർത്ത് വൺ. എങ്കിൽ ഈ പറഞ്ഞ 4 ചോദ്യങ്ങൾ ഇവിടെ ചോദിച്ചു. ആ 4 ചോദ്യങ്ങൾ ഈ പറഞ്ഞ എലമെന്റ് PQRST എങ്ങനെ കൊടുത്തിരിക്കുന്നതിൽ ഏതാണ് അതിന്റെ കറക്റ്റ് ഓർഡർ എന്ന് പെട്ടെന്ന് നമ്മൾക്ക് അറിയണം. അപ്പോൾ എന്ത് ചെയ്യുക? ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ, ഇതിൻ്റെ ഒരു ഉത്തരം എന്ത് ചെയ്യുക? നിങ്ങൾ നിർബന്ധമായിട്ടും നമ്മുടെ വീഡിയോക്ക് താഴെ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. കൃത്യമായി ഇത് നിങ്ങൾക്ക് എന്തിനാ തരുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, ജസ്റ്റ് ഞാൻ തന്നെ പറഞ്ഞ് ഞാൻ തന്നെ ഉത്തരം കണ്ടെത്താൻ വേണ്ടിയിട്ടല്ല, നിങ്ങൾ സ്വയം ചെയ്തു നോക്കുമ്പോൾ മാത്രമാണ് ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾക്ക് നമ്മുടെ എല്ലാ ഐഡിയകളും പുറത്തു വരികയുള്ളൂ, നമ്മളെ തല വർക്ക് ചെയ്യുകയുള്ളൂ. അപ്പോൾ ഇതിൻ്റെ ഉത്തരം എന്ത് ചെയ്യാം? നിങ്ങൾ കൃത്യമായി നമ്മുടെ കമൻറ്റ് ബോക്സിൽ ആലോചിക്കുക. 1-2 കാര്യങ്ങൾ നമുക്ക് ഓൾറെഡി അറിയാം. അതെന്താ? പീരിയോഡിക് ടേബിളിൽ നിന്നും ലെഫ്റ്റിലാണ് മെറ്റൽസ് ഉള്ളത്, റൈറ്റിലാണ് നോൺ മെറ്റൽസ് ഉള്ളത്. ലെഫ്റ്റിൽ നിന്നും റൈറ്റിലേക്ക് പോകുന്തോറും മെറ്റാലിക് നേച്ചർ ഡിക്രീസ് ചെയ്യും, അതേ സമയത്ത് തന്നെ നോൺ മെറ്റാലിക് നേച്ചർ ഇൻക്രീസ് ചെയ്യും. ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും ടോപ്പ് ടു ബോട്ടം ഗ്രൂപ്പിൽ ഉണ്ടാവുക. മുകളിൽ നിന്ന് താഴേക്ക് വരും തോറും മെറ്റാലിക് നേച്ചർ ഇൻക്രീസ് ചെയ്യും, അതേ സമയത്ത് തന്നെ നോൺ മെറ്റാലിക് നേച്ചർ ഡിക്രീസ് ചെയ്യും. ഓക്കെ, അപ്പോൾ അത് നമുക്ക് കറക്റ്റ് കിട്ടും. പിന്നെ ബാക്കിയുള്ള ഓപ്ഷൻ ഏതാ? സ്മോളസ്റ്റ് ആറ്റം ആണ്. സ്മോളസ്റ്റ് നമുക്കറിയാം, ലെഫ്റ്റിൽ നിന്നും റൈറ്റിലേക്ക് പോകുമ്പോൾ ആറ്റത്തിൻ്റെ സൈസ് എന്ത് ചെയ്യുന്നുണ്ട്? കുറയുന്നുണ്ട്. ന്യൂക്ലിയർ ചാർജ് കൂടുമ്പോൾ സൈസ് കുറയും. അപ്പോൾ റൈറ്റിലാണ് എന്ത് വരിക? സ്മോളസ്റ്റ് ആയിട്ടുള്ള ആറ്റങ്ങൾ വരിക. പിന്നീട് ഒക്ടറ്റ് നമുക്കെല്ലാവർക്കും അറിയാം 8 ഇലക്ട്രോൺസ് ആണ് ഉണ്ടാവുക. അത് ഏത് ഗ്രൂപ്പാണെന്ന് അതും അറിയാം. അപ്പോൾ എല്ലാ ഹിൻസും ഞാൻ ഓൾറെഡി തന്നു കഴിഞ്ഞു. നിങ്ങൾ കൃത്യമായിട്ടുള്ള ആൻസർ എന്ത് ചെയ്യുക? കണ്ടുപിടിക്കുക. ഈ വീഡിയോക്ക് താഴെ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ കൂട്ടുകാർക്ക് എന്ത് ചെയ്യുക? ഷെയർ ചെയ്യുക. താങ്ക്